ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനെല്ലാം മുന്നേ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടതിൻ്റെ താഴത്തായിട്ട് കമൻറ്റുകൾ ഇഷ്ടം പോലെ വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ഭാഗങ്ങൾ തന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല കേട്ടോ. കാണുന്നവരെല്ലാം തന്നെ പുതിയ പുതിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂസ് കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ ഏകദേശം ഭാഗങ്ങളെല്ലാം തന്നെ പറഞ്ഞാൽ മാത്രമാണ് കേൾക്കുന്നവർക്ക് അതിൻ്റെ ബാക്കിയുള്ളത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞു പോയ ഭാഗങ്ങളും കൂടെ ചേർത്ത് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സച്ചിയെ വർഷ മനസ്സിലാക്കുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വർഷയുടെ താലിമാരുടെ ചടങ്ങിന് ശേഷം ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ഒരു വീട്ടിലുണ്ടാകുന്നുണ്ടല്ലേ. നമ്മുടെ സച്ചിയെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതിൽ നിന്നെല്ലാം തന്നെ തന്ത്രപൂർവ്വം വഴിമാറി പോകുന്നുണ്ട്. എന്നാൽ സച്ചിയെ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രേവതിയെ മനഃപൂർവ്വം കള്ളിയാക്കുന്നുണ്ട് മധുസൂദന മഹിമയും. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുകയും ചെയ്യുന്നുണ്ടല്ലേ. സച്ചി രേവതി കള്ളിയല്ല എന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയെ മനഃപൂർവ്വം കള്ളിയാക്കുന്ന രീതിക്ക് തന്നെ മധുസൂദനൻ കുറ്റപ്പെടുത്തുകയും മാത്രമല്ല, രേവതി മോഷ്ടിച്ചുകൊണ്ട് വന്നിരുന്ന പണം കൊണ്ടാണ് സച്ചി വെള്ളം അടിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് രണ്ട് തല്ല് നമ്മുടെ സച്ചിയുടെ നിന്ന് മധുസൂദനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരുന്ന വർഷ സച്ചിയെ തെറ്റിദ്ധരിക്കുകയും പിന്നീട് താൻ സച്ചിയുടെ വീട്ടിലേക്ക് വരികയില്ല എന്നും പറഞ്ഞിട്ട് വഴക്കിട്ട് പോവുകയും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ മധുസൂദന മഹിമയുടെ ഉദ്ദേശം ഏകദേശം അവിടെ സാധ്യമാവുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു ചടങ്ങ് നടത്തുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നമ്മുടെ ശ്രീകാന്ത് വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്തിൻ്റെ ഏട്ടനുള്ള വീട്ടിലേക്ക് താൻ വരികയില്ല എന്ന് നമ്മുടെ വർഷ തറപ്പിച്ചെന്നെ പറയുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം കാരണം നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളൽ വീഴുന്നുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് റോഡ് സൈഡിൽ വെച്ച് റോഷനെ കാണുവാണ് കേട്ടോ. റോഷനെ യാദൃശ്ചികമായി തന്നെ കാണുന്നതാണ്. വർഷ വരുന്നത് കാണുമ്പോൾ തന്നെ റോഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വർഷയുടെ വണ്ടിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തിയതിന് ശേഷം വർഷയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. വർഷ തിരിച്ച് റോഷൻ തല്ലുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിലവിൽ ഉണ്ടായിരുന്ന ദേഷ്യം കൂടാതെ തന്നെ പരസ്യമായി തല്ലിയതിൻ്റെ പേരിൽ നമ്മുടെ റോഷൻ വലിച്ചു പിടിച്ചെന്ന് നമ്മുടെ വർഷയെ കാറിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയെ വലിച്ചു പിടിച്ച് കാറിൽ കയറ്റാൻ ഒരുങ്ങുന്ന കാഴ്ച കാണുന്നത് സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം റോഷന് ഒരുപാട് തല്ലുകയാണ് കേട്ടോ. ഈ തല്ല് കിട്ടുന്നതിന് റോഷൻ പറയുന്നത്, ഞാനാരാ നിനക്കറിയില്ല, എൻ്റെ അച്ഛൻ ആരാന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ആരായാലും നിന്റെ അച്ഛനായാലും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത്, അതുകൂടാതെ ഒരു പെണ്ണിനെ എൻ്റെ മുന്നിൽ വെച്ച് ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നല്ല പുതിയ തല്ല് കണ്ടിട്ട് റോഷനൊക്കെ. അപ്പോൾ ഈ സച്ചി തന്നെ ഒരു അനിയത്തിയായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ടെന്നും മാത്രമല്ല രേവതി പറയുന്ന പോലെ തന്നെ സച്ചി മാന്യനായിട്ടൊരു വ്യക്തിയാണെന്നും ആ ഒരു സമയത്ത് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം റോഷൻ ഒരു കണക്കിന് അവിടെ നിന്ന് സച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. റോഷൻ പോയി കഴിയുമ്പോൾ സച്ചിയായി തന്നെ വർഷയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നേരത്തെ രേവതി കല്ലെടുത്തെറിഞ്ഞവനല്ലേ, ഇവനെന്തിനാ നിന്നെ പിന്നെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ വിവാഹം ആലോചിച്ചിരുന്ന ചെറുക്കനായിരുന്നു ഇത്, അവൻ പ്രതികാരം വീട്ടാൻ വന്നതായിരുന്നൊക്കെയാണ് വർഷ തുറന്നു പറയുന്നുണ്ട്. അപ്പം തന്നെ സച്ചി പറയുന്നുണ്ട്, ആ നല്ല കാര്യം, നിന്റെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് ചെറുക്കൻ എന്തായാലും നന്നായി, എന്തായാലും നീ അവൻ്റെ കെണിയിൽപ്പെട്ടില്ല, എൻ്റെ അനിയനിപ്പോൾ നല്ല ചെറുക്കനെ തന്നെ നിനക്ക് കിട്ടി, നിങ്ങളിനി ഇങ്ങനെ പിരിഞ്ഞ് ജീവിക്കരുത്, അത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഇപ്പം നിൻ്റെ അച്ഛനെ ഞാൻ ഉപദ്രവിച്ചതാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വന്ന് ക്ഷമ ചോദിക്കാം. പിന്നെ ഞാൻ മറ്റൊരു കാര്യമാണ് പറയാം, നിൻ്റെ അച്ഛനെ ഞാൻ അതേ രീതിയിൽ തല്ലിയെന്നാണെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് രേവതിനെ കുറിച്ച് സംസാരിച്ചത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ തല്ലിയത്, നീ പിണക്കങ്ങളൊക്കെ മറന്നുകൊണ്ട് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. ഇപ്പം ഈ ഒരു സമയം നമ്മുടെ സച്ചി എന്താണെന്നും എങ്ങനെയുള്ള മനുഷ്യനാണെന്നും നമ്മുടെ വർഷം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.